അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷന് ഇപ്പൊ വിപണി കുറവാണ്. മറ്റ് കമ്പനികളുമായി കിടപിടിച്ച് നിൽക്കാൻ സാധിക്കുന്നുമില്ല. കമ്പനി വലിയ നഷ്ടത്തിലൂടെയാണ് നീങ്ങുന്നത്. ഹ്യൂജ് എമൗണ്ടിന്റെ ബാധ്യത ഇപ്പൊ തന്നെ കമ്പനിക്കുണ്ട്. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാവുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദികളുമാണ്. അതുകൊണ്ട് തന്നെ പറയുക, ഇത് പരസ്പരം പഴിചാരാനുള്ള അവസരമായിട്ട് കാണരുത്. പകരം കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് മുന്നോട്ട് നയിക്കാനുള്ള മാർഗമാണ് കാണേണ്ടത്. അതെ, ഇത്രയും കാര്യങ്ങള് വിശാലേട്ടൻ വളരെ വ്യക്തതയോടെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കമ്പനിയെ എങ്ങനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഓരോരുത്തരായിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയൂ. ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ആർക്കും അഭിപ്രായം ഇല്ലേ? ഞാനൊരു സജഷൻ പറയാം. അമ്മ പറയൂ. നടപടിയാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മ പറയൂ. നമുക്ക് ഈ കമ്പനി വിൽക്കാം. ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ. അമ്മ എന്താ പറഞ്ഞേ? കമ്പനി വിൽക്കാന്നോ? എത്ര വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയായത്, അത് പെട്ടെന്ന് വിൽക്കാന്ന് പറഞ്ഞ? വിൽക്കാതെ മറ്റു മാർഗമൊന്നുമില്ലേ? മോളെ, വിശാൽ പറഞ്ഞത് കേട്ടില്ലേ? കമ്പനിക്ക് നല്ലൊരു തുക കടബാധ്യതയുണ്ട്. നമ്മൾ വായ്പ വാങ്ങിയ പണം എത്രയും പെട്ടെന്ന് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് പലിശയും കൂട്ടുപലിശയുമായിട്ട് കുന്നുകൂടും. പിന്നെ അത് വീട്ടാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് കമ്പനി വിറ്റ് ഇപ്പോഴുള്ള കടം തീർത്താൽ നമ്മൾ സേഫ് ആവില്ലേ? കടത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് തീർത്ത് സ്വസ്ഥമാവുന്നത്? ഈ കമ്പനി വിൽക്കുന്ന ഒരു നല്ല മാർഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കമ്പനി വിൽക്കരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു പ്ലാൻ എന്റെ കയ്യിലുണ്ട്. ഞാനതെ ഇവിടെ പ്രസന്റ് ചെയ്യാം. നമസ്കാരം മാഡം. വിശാൽ സാറ് എവിടെയാ? സാർ കോൺഫറൻസ് ഹാളിലാ മാഡം. അവിടെ മീറ്റിംഗ് നടക്കുക. ശരി ശരി. കമ്പനിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലെത്തിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ചൂട്ടാ, അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? മോനെ, പിടിച്ചു വെച്ച് കുഞ്ഞിന്റെ ഉറക്കം കളയണ്ട. അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. ഇതെങ്ങനെ സംഭവിച്ചു?
വിശാൽ സാർ, ആ? സീരിയൽ കാണുന്നതാണോ കമ്പനിയെ കടത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മാർഗം? സ്വീറ്റി, വേണ്ട. നീ കളിയാക്കൊന്നും വേണ്ട. അതെ, പെൻഡ്രൈവ് മാറിപ്പോയതാ. സോറി. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഒരു ദിവസം കൂടി തരണം. എന്റെ ഐഡിയ ഞാൻ നാളെ പറയാം. നാളെയോ? ഇത്രയും ക്രൂഷ്യലായ സിറ്റുവേഷനിൽ കമ്പനി നിൽക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമല്ല. നാളെ പ്ലാൻ അവതരിപ്പിക്കാനാണെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗിന് നിൽക്കുന്നത് എന്തിനാ? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നമുക്ക് ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ മതി. അത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. ആ പ്ലാൻ കൊണ്ട് കമ്പനിയുടെ കടം മാറ്റാൻ പറ്റുമോ നോക്കാം. വെറുതെ ഒരു പ്ലാനിനെ കുറിച്ച് പറഞ്ഞിട്ട് പോയാൽ അത് കൺവേ ആവില്ല. എല്ലാ വിശദാംശങ്ങളോടും കൂടി പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവും. ശരി, എങ്കിൽ ഞാൻ എന്റെ ഒരു പ്ലാൻ അവതരിപ്പിക്കാം. ഓക്കെ, യു പ്രൊസീഡ്. ഇത് എന്റെ പ്രോജക്റ്റ് ആണല്ലോ. ഇതെങ്ങനെ ഇവളുടെ കൈ കിട്ടി? ഇതാണ് എന്റെ പ്ലാൻ. വിശാലേട്ടാ, ഇത് ഏകദേശം നല്ലൊരു പ്ലാനാണ്. ആക്ച്വലി നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ ഇത് ഉപകരിക്കും. ആന്റി എന്ത് പറയുന്നു? ഇനിയിപ്പൊ ഞാൻ എന്തു പറയാനാ? നിങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം അങ്ങ് എടുത്താൽ മതി. അതെ, മണി 3 പോകുന്നു. നിങ്ങൾക്കാർക്കും വിശക്കുന്നൊന്നുമില്ലേ? ഞാനെന്നാ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, വിളമ്പി തരട്ടെ? ക്യാൻറ്റീനിലെ ജോലിക്കാരിയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്നത് അറിയില്ലേ? സ്വീറ്റി, ഇയാൾ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? പാർവതി വിശാലേട്ടന്റെ ഭാര്യയാണ്. അയ്യോ സോറി, എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ അത് സാരമില്ല. പാർവതി, നീ ആ ഡൈനിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. ശരി.
അതെ, നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ചർച്ച കുറച്ചൊക്കെ ഞാൻ കേട്ടു. എന്ത് തീരുമാനം എടുത്താലും അത് ആലോചിച്ചിട്ടേ എടുക്കാവൂ. എടുത്തു ചാടരുത്. ശരി, മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാരും വരും. ആ പാർവതി നിൽക്ക്. അല്ല, ഇവിടുത്തെ ചർച്ച നീ കുറച്ച് കേട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ കേട്ടു ശ്രീദേവി. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ കടബാധ്യത തീർക്കാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആശയമുണ്ടോ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ, നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. എന്റെ മനസ്സിൽ നിങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടപ്പോ ചില ആശയങ്ങളൊക്കെ തെളിഞ്ഞു വന്നിരുന്നു. അത് പ്രയോജനപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. പക്ഷേ അതിനു മുന്നേ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ അത്? ആദ്യം നിങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കണം. എന്റെ മനസ്സിലുള്ള ആശയം ഞാൻ ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിങ്ങളോടൊക്കെ പറയാം. ശരി. അപ്പോ രണ്ട് കാര്യവും ഒരുമിച്ച് നടക്കും. നിങ്ങളെല്ലാരും വരൂ. ആ ശരി, എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. വിശാൽ സർ, അതെ, എനിക്ക് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും പറയാം. നഷ്ടം വന്നെന്ന് കരുതി നിരാശപ്പെടാതെ ബിസിനസ് വികസിപ്പിച്ചാൽ മാത്രമേ മതിയോ നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ. എന്നാലേ ബിസിനസ് ലാഭത്തിലേക്ക് എത്തിക്കാനും പറ്റുള്ളൂ. ബിസിനസ് വികസിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നം ഉണ്ടാക്കണം. അത് വിപണിയിൽ ഇറക്കണം. ഉദാഹരണത്തിന്, ആഹാരം കഴിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ആഹാരം വിളമ്പുന്നത്? അതുപോലെ ഇപ്പോ ഞാൻ ഈ കറികളൊക്കെ വിളമ്പുന്നത് ആരുടെ താല്പര്യത്തിനനുസരിച്ചാ? വിശാൽ സാറിന്റെ ശ്രീദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച്. നീ ആള് കൊള്ളാലോ പാർവതി. വളരെ നല്ലൊരു ഒപ്പീനിയൻ ആണത്, അല്ല വിശാലേട്ടാ? തീർച്ചയായിട്ടും ഇത് തന്നെ വേണ്ടത്. അതുപോലെ തന്നെ ദേ ചോറ് മാത്രം കഴിച്ചാ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കറികളും കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ കമ്പനി ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ച പോരാ. മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെ മറ്റെല്ലാ ബ്രാഞ്ചും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ ധ്വനിക്കണം. അപ്പോ അതിനനുസരിച്ചുള്ള ഉയർച്ച ബിസിനസ്സിനുണ്ടാവും. ഇതിനെല്ലാം ഒരു 2 മാസം സമയപരിധി വെക്കണം. 2 മാസത്തിനുള്ളിൽ കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭത്തിൽ എത്തിച്ചേർന്ന അതിന്റെ ലാഭവിഹിതം ജീവനക്കാർക്ക് കൊടുക്കണം.
അപ്പൊ അവര് ഉത്സാഹത്തോടെ ജോലി എടുത്തോളും. ഇത് മതി. ഈ പ്ലാൻ മതി. അതെ, ഇത് മതി. ശ്രീദേവി കഴിക്ക്. വിശാൽ സാറും കഴിക്ക്. എനിക്കും വിശാലേട്ടനും ഭക്ഷണം വിളമ്പുന്ന നേരത്ത് പാർവതി അവളുടെ ആശയം ഞങ്ങളോട് പറഞ്ഞു. അത് എനിക്കും വിശാലേട്ടനും സ്വീകാര്യമായി തോന്നി. വിശാലേട്ട, പാർവതിയുടെ പ്ലാൻ എന്താണെന്നുള്ളത് ഇവർക്കൊന്ന് വിവരിച്ചു കൊടുക്ക. പറയാം. പാർവതിയുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ മൊത്തം നഷ്ടം, ആ നഷ്ടം നമ്മുടെ കമ്പനിയുടെ ഓരോ ഫ്രാഞ്ചൈസിക്കുമായി വിഭജിച്ചു കൊടുക്കണം. അത് ഓരോ ബ്രാഞ്ചും 2 മാസത്തിനുള്ളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ബ്രാഞ്ചുകൾ ദ്രുതഗതിയിൽ അവരുടെ ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ആലോചിച്ചപ്പോ ആ ഐഡിയ നല്ലത്. ബ്രാഞ്ചിന് ഓരോ ടാർഗറ്റ് വെച്ചാൽ കടം 2 മാസത്തിനുള്ളിൽ തീരും. പിന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ബ്രാഞ്ചിനും അവിടുത്തെ സ്റ്റാഫിനും ഒരു പ്രോത്സാഹനം എന്നോണം പാരിതോഷികങ്ങൾ നൽകുക. പാർവതി മാഡത്തിന്റെ ഐഡിയ ഗംഭീരമാണ്. ഈ ഐഡിയ വിജയിക്കും. അപ്പൊ നമ്മുടെ കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പാണ്. എന്റെ പ്ലാനോ? എന്റെ പ്ലാൻ അടിച്ചു മാറ്റിയിട്ട് അത് സ്വന്തം പ്ലാനാണെന്ന് പറയാൻ നാണമില്ല നിനക്ക്? സ്വീറ്റി, നിന്റെ പ്ലാൻ മോശമൊന്നുമല്ല. പക്ഷേ അതനുസരിച്ച് കമ്പനിയുടെ കടങ്ങൾ തീർത്ത് കമ്പനി ലാഭത്തിലെത്തണമെങ്കിൽ 10 മാസമെങ്കിലും എടുക്കും. പാർവതിയുടെ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ വെറും 2 മാസം കൊണ്ട് കമ്പനി സേഫ് സോണിലെത്തില്ലേ? അപ്പോ അതല്ലേ ബെറ്റർ ഐഡിയ? അപ്പോ പാർവതിയുടെ പ്ലാൻ നമുക്ക് നടപ്പിലാക്കാം അല്ലേ? ഓഫ് കോഴ്സ്. എന്നാൽ പാർവതി പറഞ്ഞ പ്ലാൻ വിശാലേട്ടനൊന്ന് തയ്യാറാക്കൂ. എന്നിട്ട് അതിൽ പാർവതി കൊണ്ട് സൈൻ ചെയ്യിക്കണം. ചെയർപേഴ്സൺ എന്ന നിലയിൽ പാർവതി തന്നെയല്ലേ അതിലൊപ്പിടേണ്ടത്? മിടുക്കി. കൺഗ്രാറ്റ്സ്. അവൾ തകർത്തടിച്ച് കളഞ്ഞല്ലോ ജാസ്മിൻ.
യോജിക്കാൻ പറ്റില്ല. അതൊക്കെ വേണോ? ദേ, എന്താ നിനക്ക്? നീ ഇപ്പൊ കാല് മാറിയോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ്. എടി, ഞാൻ കാല് മാറിയിട്ടൊന്നുമില്ല. പിന്നെന്താ നിനക്കൊരു പിന്തിരിപ്പൻ നയം? ഞാനാ പാർവതിയെ കുറിച്ചാ ചിന്തിക്കുന്നത്. എന്താ നീ ചിന്തിക്കുന്നത്? ജാസ്മിൻ, പാർവതിക്ക് എന്തോ ശക്തിയുണ്ടെന്നല്ലേ പറയുന്നത്? എന്ത് ശക്തി? അതൊക്കെ അവള് പറയുന്നതല്ലേ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അവൾക്ക് ഉദയന്നൂർ അമ്മയുടെ ശക്തിയുണ്ട്, ഗായത്രി മേഡത്തിന്റെ ആത്മാവ് കൂടെയുണ്ട് എന്നൊക്കെയാ ഞാൻ അറിയുന്നത്. അതൊക്കെ പറഞ്ഞിട്ടാ അവൾ എല്ലാരെയും പറ്റിക്കുന്നത്. ഓ, നീയും അത് വിശ്വസിച്ചോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇന്നത്തെ അനുഭവം കണ്ടിട്ട് അവൾക്കെന്തോ ശക്തിയുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം.